ദിലീപ് കുമാർ അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെടുത്തി വേട്ടയാടുന്ന അനുഭവമാണ് മന്ത്രി വീണ ജോർജിനുള്ളതെന്നാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് മന്ത്രി വീണയാണ് എന്ന രീതിയിൽ ശ്രീ ജോയ് പറഞ്ഞു വയ്ക്കുന്നു. പറയൂ ദിലീപ് കുമാർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിനുണ്ടായിട്ടുള്ള വലിയ വീഴ്ച തന്നെയാണ്. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ട്. ആരോഗ്യരംഗത്തെ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം അലയടിച്ചിരുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രിക്കുള്ള സുരക്ഷ, മന്ത്രിമന്ദിരത്തിനുള്ള സുരക്ഷയൊക്കെ കൂട്ടേണ്ടതായിരുന്നു. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യം മുൻകൂട്ടി കണക്കാക്കേണ്ടതായിരുന്നു പോലീസ്. അതുണ്ടായില്ല. അവിടെ 2 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്രയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നതിന്. അതിലൊരു പോലീസുകാരൻ പരമാവധി ശ്രമിച്ചു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് തടയുന്നതിന് വേണ്ടി. പക്ഷേ ആ ഒരാൾക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും വീടിന് മുന്നിൽ അവരവിടെ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. അതിനിടെയാണ് ആ വാതിലിന് മുന്നിൽ അവർ റീത്ത് സമർപ്പിച്ചത്. തുടർന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. അല്ലാതെ ഈ കാര്യത്തിൽ പോലീസിന്റെ ഇടപെടലിനെ തുടർന്നൊന്നുമല്ല. കുറച്ചു നേരത്തേക്ക് അവിടെ പോലീസുകാരും ഈ 2 പോലീസുകാരല്ലാതെ മറ്റാരും അവിടേക്ക് എത്തിയിരുന്നതുമില്ല. സാധാരണഗതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം 2 പോലീസുകാരുടെ പാറാവ് എന്ന നിലയിൽ അത് മാത്രമാണ് ആ മന്ത്രിമന്ദിരത്തിന് ഉണ്ടായിരുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായിട്ടുണ്ട് ഈ സംഭവം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയായ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.